ചൂരൽമലയിലെ ഏക വിദ്യാലയം GVHSS വെള്ളാർമല ഇന്നവിടെയില്ല. അവിടെയുള്ള ഒരു കൂട്ടം അധ്യാപകർ നമ്മളോടൊപ്പമുണ്ട്. അവിടുത്തെ പ്രധാന അധ്യാപകനോട് നമുക്ക് കാര്യങ്ങൾ പങ്കുവെക്കാം. മാഷ് വേറൊരു സ്കൂളിൽ നിന്ന് ഇതുവരെ മറ്റു സ്കൂളുകളിൽ നിന്ന് പോകാതെ ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു അല്ലേ? ഇതിനോടുള്ള പ്രത്യേക ഇഷ്ടം കൊണ്ടാണെന്ന് കേട്ടു. എന്താണ് പറയുന്നത്? അതൊരു നന്മയുള്ളൊരു നാടായിരുന്നു. ഞങ്ങളെല്ലാവരും അധ്യാപകരായിട്ടല്ല അവിടെ ജീവിച്ചത്. ഞങ്ങളുടെ കുടുംബമായിരുന്നു എല്ലാവരും ഞങ്ങളോട് അവരുടെ കുടുംബാംഗങ്ങളായിട്ടാണ് ഞങ്ങളെ കണ്ടിട്ടുള്ളത്. ഞങ്ങൾക്ക് ഏത് വീട്ടിൽ ഏത് സമയം ചെല്ലാം, ഞങ്ങളെ കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക, ഇതൊക്കെ ആ നാട്ടിലുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു നാട് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റും? നമുക്ക് വേണ്ടത് സ്നേഹമല്ലേ? ആ സ്നേഹം ആവോളം മതിവരുവോളം നമുക്ക് അവിടുന്ന് കിട്ടുമായിരുന്നു. അതാ നാടിൻ്റെ ഒരു നന്മയായിരുന്നു. പക്ഷെ ഇതിനൊക്കെ ആയിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ല. എല്ലാ ദിവസവും ഉത്സവമാണ് സ്കൂള്, എല്ലാ ദിവസവും ആഘോഷമാണ്. മക്കൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ഒരു വിദ്യാലയമല്ലായിരുന്നു, അതൊരു വീടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഈ ദുഃഖം വരാനാണെന്ന് ഞങ്ങൾ ഒരിക്കലും അറിഞ്ഞിരുന്നുണ്ട്. ഒരു പ്രാവശ്യം 2012 മറ്റോ എനിക്ക് ട്രാൻസ്ഫർ ലിസ്റ്റിൽ വന്നതാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി എന്തെങ്കിലുമൊക്കെ ഇടപെട്ട് എൻ്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു. ഇവർ പറഞ്ഞു മാഷിനെ കൊണ്ടുവരുന്നു. അപ്പോൾ അവൾ പറഞ്ഞ് നമ്മളെ ആവശ്യമുള്ളിടത്തല്ലേ നമ്മൾ വേണ്ടത്, നിങ്ങളവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാനവിടെ തുടർന്ന് വന്നത്. അന്ന് നാട്ടിൽ പോയിരുന്നു. ഞാൻ അന്ന് എൻ്റെ അമ്മയുടെ ചേച്ചി മരിച്ച ദിവസമായിരുന്നു. അപ്പോൾ അത് കേട്ടുകൊണ്ട് ഞാനങ്ങ് പോയി. ഞങ്ങളെല്ലാവരും ഒരു റൂമിലായിരുന്നു. സ്കൂളിലെ മഴ കാലത്തപ്പോൾ ഞങ്ങളൊരു റൂമിൽ വന്ന് കിടന്നു. സ്ഥിരം ഒരാഴ്ചയായിട്ട് ഞങ്ങൾ അവിടെ കിടക്കുന്നു. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോയപ്പോൾ സാറൊക്കെ ഞാനില്ലാത്തതുകൊണ്ട് അവരും അവിടെ നിന്ന് മാറി. സാറ് മേപ്പാടി വന്ന് ഇവരോടൊപ്പം താമസിച്ചു. പക്ഷേ എന്താ പറയാനുള്ള സ്കൂളിനെ കുറിച്ച്? എന്താ പറയുക, ഞങ്ങളുടെ സ്കൂളിന് ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളുടെ എല്ലായിരുന്ന സ്കൂളിൽ അത് ഞങ്ങൾക്ക് നഷ്ടമാകാമെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. ഒരു വല്ലാത്തൊരു ബന്ധമുള്ളൊരു സ്കൂളായിരുന്നു സ്കൂള്. ഞങ്ങൾ പറയില്ല, സാറൊക്കെ ഞങ്ങളൊക്കെ 18 കൊല്ലം ജീവിതം മാറ്റിവെച്ചൊരു മനുഷ്യൻ ആ സ്കൂളിന് വേണ്ടിയിട്ട് 18 കൊല്ലം ആ സ്കൂള് ഞങ്ങളുടെ ഇന്ന് നഷ്ടപ്പെട്ടു പോകാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഓരോ തവണയും ട്രാൻസ്ഫർ വിളിക്കുമ്പോൾ പറയും നമ്മൾ ഈ വർഷം പോകും, അടുത്ത വർഷം ഞങ്ങളിവിടെ ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഞങ്ങളെ എന്തോ ആ സമയമാകുമ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും വിട്ടു പോകാൻ തോന്നാറില്ല. നമ്മൾ മനസ്സിൽ കൊണ്ട് ഒരിക്കലും ആ നാടിനെയോ അവിടുത്തെ കുട്ടികളെയോ പാരൻസിന് അവിടുത്തെ അന്തരീക്ഷം ഒന്നും നമുക്ക് ഒരിക്കലും വിട്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. പിന്നെ ഈ സമയത്ത് ഉരുൾപൊട്ടുന്ന സമയത്ത് ഞാനവിടെ ഉണ്ടായിരുന്നു. ഞാൻ എന്താ പറയുക, ഞാനൊക്കെ ഒരു ചൂരൽമലയിൽ ഏറ്റവും സേഫായ സ്ഥലത്ത് നിൽക്കുന്ന ആളായിട്ടാണ് ഞാനൊക്കെ കരുതിയത്. കാരണം ചൂരൽമല അങ്ങാടിക്കൊക്കെ അങ്ങനെ ഉരുൾപൊട്ടി വരുന്ന ഞങ്ങൾ അത്രയും ഫോഴ്സിൽ വെള്ളം വരുമെന്ന് ഞങ്ങളൊന്നും ഒരിക്കലും വിചാരിക്കുന്നില്ല. കാരണം നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമായിരുന്നു സംഭവിച്ചതൊക്കെ. ഞങ്ങളുടെ സ്കൂളിൻ്റെ അവസ്ഥ ഇന്നെന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടം മാത്രമാണ് ശരിക്കുള്ളത്, ബാക്കിയെല്ലാം പോയി. എന്താ പറയുക, പ്രതീക്ഷിക്കാത്തൊരു ഇത്. ടീച്ചേഴ്സ് അതിനകത്തുനിന്ന് ഒരു സാറിൻ്റെ ക്യാബിൻ അവിടെ ഒരു ഇത് അടഞ്ഞു വരുന്നു, ഒരു വാതിലങ്ങോട്ട് അടഞ്ഞു വരുന്നു. അപ്പോൾ ആ ടീച്ചറിനെ, ഒരു മഞ്ജു ടീച്ചറിനെ ഞങ്ങൾ അതിൻ്റെ ക്യാബിൻ്റെ സൈഡ് വെട്ടിപ്പൊളിച്ചിട്ടാണ് ടീച്ചറെ ഞങ്ങൾ പുറത്തെടുക്കുന്നത് തന്നെ. അതിനകത്ത് ഒരു പൊട്ടി വന്നത് ഞങ്ങളുടെ 2 ടീച്ചേഴ്സ് താമസിക്കുന്ന ക്വാർട്ടേഴ്സിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ്. അവിടെ 2 പിഞ്ച് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവരെയും കൊണ്ട് അവർ ഓടി തേയിലച്ചപ്പിനുള്ളിൽ കയറി ചെയ്തത്. ഒരു 2 ടീച്ചർമാർ കുഞ്ഞുങ്ങളുടെ അടുത്ത് കൈ പിടിച്ചുകൊണ്ട് ഓടേണ്ട അവസ്ഥ വരെ വന്നു. അവരും മഴ പെയ്ത് വെള്ളം വരുന്നതെന്ന് ഓർത്ത് ഇരുന്നത്. പക്ഷെ അത് ഈ ഉരുൾ പൊട്ടിയ വെള്ളം വരുന്നതായിരുന്നു. അവിടെ കുറേ വിറകും സാധനങ്ങളൊക്കെ ഒന്ന് അടഞ്ഞതുകൊണ്ട്
അവരുടെ ഭാഗത്തോട്ട് വളരെ കുറച്ച് വെള്ളമേ വന്നുള്ളൂ. സാറിനൊക്കെ വലിയ പ്രശ്നമായി മാറി. അപ്പോൾ അവിടുന്ന് 4 ഭാഗത്തുനിന്ന് കരച്ചിൽ മാത്രമേ കേൾക്കുന്നുള്ളൂ. അവർ വിളിച്ച് പറയുന്നുണ്ട്, സാറേ രക്ഷിക്കണേ രക്ഷിക്കണേ, വെള്ളം വരുന്നു. ഞങ്ങൾ പറഞ്ഞത് അതാണ് അവരോട്, നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ കയറി നിൽക്ക്, അവിടെ സേഫ് ആകുന്ന പറഞ്ഞു. പക്ഷേ ചെറിയ ഒരു നിലയുടെ വീടൊക്കെ അതിൻ്റെ മേലെ കൂടെ വെള്ളം ഒലിച്ചു പോയി. 5 or 6 കുട്ടികളോട് ഞങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ കുട്ടികൾ ഇപ്പോഴും മിസ്സിങ്ങിലാണ്, ഞങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾ. ചൂരൽമലയിൽ നിന്നും ഇവരിപ്പോൾ ഇവിടെ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അഭയം തേടിയിരിക്കുന്നത്. ക്യാമ്പിലാണ് ഉള്ളത്. മറ്റ് പ്രവർത്തനങ്ങൾ ഇവിടെയുള്ള അധ്യാപകരുമായി ചേർന്ന് മറ്റ് പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മേപ്പാടിയിൽ നിന്നും ക്യാമറാമാൻ നിബിനൊപ്പം പി ബി ജോഷില.